ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആമനർ റസൂലിലെ അവസാന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില ഭാഗങ്ങളാണ് കേൾപ്പിച്ചത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. ഇത് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന, നിർബന്ധമായും നമുക്കെല്ലാവർക്കും ലഭിക്കേണ്ട 3 കാര്യങ്ങളാണ്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. ഇതിൽ ഒരു ഒഴിവ് കഴിവുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കിട്ടിയിരിക്കണം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള ഒരു വിഷയമല്ല ഇത്. അള്ളാഹിനോട് നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും എന്നൊന്നും ഉറപ്പൊന്നുമില്ല. കിട്ടണത് കിട്ടും, അല്ലേ? എന്നാൽ ഈ 3 കാര്യങ്ങൾ അത് പോരാ. നിർബന്ധമായും നമുക്ക് കിട്ടുകയല്ലാതെ മറ്റ് മാർഗമില്ല. ഫഅഫു അന്ന, അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് തരേണ്ട വിഷയങ്ങളിൽ എന്നോട് നീ മാപ്പാക്കണമേ. വഅഫു അന്ന വഗ്ഫിർ ലനാ, എനിക്ക് നീ പൊറുത്തു തരേണ്ട കാര്യങ്ങളിൽ എനിക്ക് നീ പൊറുത്തു തരേണമേ. വർഹംനാ, എനിക്ക് കിട്ടേണ്ട നിൻ്റെ കാരുണ്യം നിർബന്ധമായും എനിക്ക് നീ നൽകണമേ. ഇതാണ് ആ പ്രാർത്ഥന. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി റബ്ബിനോട് നമുക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു കാര്യം റബ്ബിനോട് ചോദിക്കുമ്പോൾ എത്രമാത്രം ഹൃദയത്തിൽ തട്ടി നമ്മൾ ചോദിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടൽ, മറുപടി കിട്ടൽ. ഇപ്പം നമ്മൾ ദുനിയാവിൽ തന്നെ ഒരു കാര്യം നമ്മൾ അത് പ്രാർത്ഥനയാവട്ടെ മറ്റേതെങ്കിലും കാര്യങ്ങളാകട്ടെ, നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായും ഹൃദയത്തിൽ തട്ടിയും ഒരു കാര്യം പറയുന്നുണ്ടോ ആ കാര്യമായിരിക്കും സ്വീകരിക്കപ്പെടുക, അല്ലേ? അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും ചില ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണത് ഹൃദയത്തിൽ തട്ടുക? ചില ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പോൾ സ്വഹാബികൾ എങ്ങനെ ഖുർആൻ പഠിച്ചത്, സ്വഹാബികൾ എങ്ങനെ ദീൻ ഉൾക്കൊണ്ടത്, അവരെങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് ദീന് അനുസരിച്ച് ജീവിച്ചത്, അതാണ് നമുക്ക് മാതൃക, അല്ലേ? അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ ഇടയ്ക്ക് കരയും. അപ്പം നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ അവരെ കണ്ണിലേക്കൊന്ന് നോക്കി. കണ്ണിലേക്ക് നോക്കിയാൽ നബിയെ താങ്കൾക്ക് കാണാം, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കാണാം നബിയെ. നബിയോട് പറയാ, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂൽ, റസൂലെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം അവർ കേൾക്കുമ്പോൾ, ഒരു ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ അവർ ഉൾക്കൊള്ളുന്ന സമയത്ത്, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് കേട്ടാൽ മതി. കാരണം എന്താ, അവരെ ഭാഷയാണ്, അവർക്ക് മനസ്സിലാവും. നമുക്ക് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല, നമ്മളെ ഭാഷ അല്ല, അതുകൊണ്ട് നല്ലോണം പഠിക്കണം. വൈദാ സമിഉ മാ ഉൻസില റസൂൽ, റസൂലെ താങ്കളെ ഇറക്കപ്പെട്ട ഈ ഖുർആൻ അവർ കേൾക്കുമ്പോൾ, അവർ കേൾക്കുന്ന സമയം, ഇപ്പോൾ ഒരാൾ ഖുർആൻ കേൾക്കുന്ന സമയമുണ്ട്, അതല്ലാത്ത സമയമൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കണ്ണിലേക്കൊന്ന് നോക്കി. തറാ, നബിയെ താങ്കൾക്ക് കാണാം, അയ്യുനഹും, അവരുടെ കണ്ണ്, തഫീലു, അതിൽ നിന്നിങ്ങനെ ഒഴുകും,
തഫീദു മിന ദംഇ, ദം എന്ന കണ്ണുനീരാ, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് നബിയെ താങ്കൾക്ക് കാണാം. എന്താ കാരണം? മിമ്മ അറഫു മിനൽ ഹഖി, ഈ ഖുർആനിലെ സത്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടതിനാൽ, ഇത് അവരുടെ ഹൃദയത്തിൽ തട്ടിയതിനാൽ, അവർക്കത് ആ രൂപത്തിൽ അവർ ഖുർആനിനെ മനസ്സിലാക്കിയതിനാൽ അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കാണാമെന്നാണ്. അപ്പം എപ്പോഴാണ് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക? നമ്മൾ കരയിലെപ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ഒരു ഇൽമ്, ഒരു അറിവ് നമ്മളെ ഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് അല്ലേ. ദുനിയാവത്ര നമ്മൾ കരഞ്ഞത് എന്തിനാ അല്ലേ? ഒരു സംഗതി നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ കരയില്ല. ഒരു സംഗതി നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വിവരം എത്തുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ ഒരു വീട്ടിൽ രാവിലെ എല്ലാവരും നാസ്തൊക്കെ കഴിച്ച് വളരെ സന്തോഷവും ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വീട്, ആ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പണിക്കണ്ട് ഇറങ്ങി പോവാണ്. പണിക്ക് ഇറങ്ങിപ്പോയി പോകുന്ന വഴിയിൽ അവൻ റോട്ടിൽ അപകടത്തിൽപ്പെട്ട് അവൻ മരണപ്പെടുകയാണ്. ഈ വിവരം എവിടെ അറിയുന്നില്ല, വീട്ടിലാരും അറിയണില്ല. ഇത് നടന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞു. ആ ഒരു മണിക്കൂർ സമയവും വീട്ടിൽ ചിരിയും കളിയും തമാശയൊക്കെ തന്നെയാണ് കരുതാം. എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ വിവരം വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയാൽ പിന്നെ അവിടുത്തെ അവസ്ഥ എന്തേക്കാരം? ചിരിയും കളി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവിടുത്തെ അവസ്ഥ മാറിയില്ലേ? അവിടെ കണ്ണുനീരായില്ലേ, കരച്ചിലായില്ലേ, ആർത്തനാദങ്ങളായില്ലേ, പൊട്ടിക്കരച്ചിലായില്ലേ അല്ലേ. ഒരു മണിക്കൂർ മുമ്പ് നടന്നില്ലേ സംഭവം അല്ലേ? റോട്ടിൽ ഒരു മണിക്കൂർ മുമ്പ് നടന്നില്ലേ? ആ സമയത്ത് ഈ പെരിയിലത്തെ അവസ്ഥ എന്താ? ചിരിയും കളിയൊക്കെയാണ് അല്ലേ. അതേ സമയത്ത് നടക്കലല്ല, വിവരം എത്തലാണ്. വിവരം എത്തുമ്പോഴാണ് മാറുക. ഇതേപോലെയാണ് എല്ലാ കാര്യം. ഖുർആൻ നമ്മളിങ്ങനെ പരി കൊണ്ടയച്ച് പള്ളിക്കൽ വെച്ച് ഇങ്ങനെ ആക്കിയാൽ ഖുർആനിൽ പിന്നെ കാര്യമായിട്ട് എന്തുണ്ടാവില്ല, നമുക്ക് ഒന്നുമില്ല. ഖുർആൻ തുറന്ന് വെച്ച് അത് കേട്ട് പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ നമ്മൾ അർത്ഥം അറിഞ്ഞെന്ന് ഓതി വയ്ക്കിങ്ങൾ. അങ്ങനെ നമ്മൾ ഓതുമ്പോഴും നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അപ്പം നമുക്കും കരച്ചിൽ വരും, നമ്മളെ ഹൃദയം ഒന്ന് പിടക്കും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ബോധ്യപ്പെടൽ, അറിയലാണ്. അപ്പോൾ വഅഫു അന്ന വഗ്ഫിർ ലന വർഹംന, ഇത് മൂന്ന് നമുക്ക് കിട്ടണം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാപ്പാണ്. അള്ളാഹിൻ്റെ മാപ്പ് ഏതൊക്കെ വിഷയത്തിൽ? പുറത്തു തരാൻ അള്ളാഹു തആല കുറേ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. പൊറുക്കാൻ, മാപ്പാക്കാൻ ഡിമാൻഡൊന്നുമില്ല. മനസ്സിലായിട്ടാ പറഞ്ഞത്? വഅഫു അന്ന വഗ്ഫിർ ലന വർഹംന, മാപ്പ് കൊണ്ട, പുറത്തു കൊണ്ട, കാരുണ്യം കൊണ്ട, മൂന്നാണ്. മൂന്നും ഒന്നായിട്ട് മനസ്സിലാക്കണ്ട. ഇപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്ന പാപം പുറത്തുതരാമെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും ഖൂലു ഖൗലൻ സദീദ. അതിൻ്റെ ബാക്കി എന്താ? യഗ്ഫിർ ലക്കും, നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപം പുറത്തുതരും. മഗ്ഫിറത്താണ്. അത് പാപം പൊറുക്കാനും ഡിമാൻഡ് പറഞ്ഞു. ഇങ്ങനെ ഡിമാൻഡുകളുണ്ട്. പക്ഷെ മാപ്പിന് എന്തില്ല? അള്ളാഹ് മാപ്പാക്കാൻ ഡിമാൻഡുകളൊന്നും ഉപാധികളൊന്നുമില്ലാതെ റബ്ബ് അങ്ങോട്ട് മാപ്പ് തരും. ആ മാപ്പ് കിട്ടേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ റബ്ബിനോട് എന്താ ചോദിക്കേണ്ടത്? അഫ്വ് തന്നെയാണ് ചോദിക്കേണ്ടത്. എന്താ ചോദിക്കേണ്ടി? ഓരോന്നിനും ഓരോന്നെ മനസ്സിലാക്കി ചോദിക്കണം. അതങ്ങനല്ലേ? ദുനിയാവ് തന്നെ അങ്ങനല്ലേ അല്ലേ? റേഷൻ കടയിൽ പോയാൽ അവിടെ ഉള്ള സാധനമല്ലേ ചോദിക്കേണ്ടത് അല്ലേ? വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓരോന്നിനും ഓരോ കാര്യങ്ങൾ ചോദിക്കണം. അത് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കിത് മനസ്സിലാക്കണം, അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ മാപ്പ് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യത്തിൽ മാപ്പ് തന്നെ ചോദിക്കണം. അതിലിപ്പോൾ 3-4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഇസ്ലാമിക ദഅവത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ, ഇസ്ലാമിക ദഅവത്തിൽ നിന്ന് നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ്, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട്, ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിൽ നമ്മൾ ബാക്കിലേക്ക് മാറി നിന്നാൽ റബ്ബ് മാപ്പാക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്തെന്നെ കിട്ടണം? റബ്ബിൻ്റെ മാപ്പ് തന്നെ കിട്ടണം അത്തരം കാര്യങ്ങളിൽ. അങ്ങനെ
അതിനു മുമ്പും ഇതേപോലെ ചില വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ അവസാനത്തെ ആയത്ത് ഏതായിരുന്നു? എത്ര? 155. ഇനി മാഇദയിലെ 95, 5-ൽ 95 മറിക്കും. മാഇദയിൽ 95-ാമത്തെ ആയത്ത്. കണ്ടില്ല? ആയത്ത് കണ്ടില്ല? ആയത്ത് കണ്ട ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. കണ്ടില്ല? അതിന് ഞാൻ അർത്ഥം പറയാൻ ശ്രദ്ധിക്കുക. ഖുറാനിൽ നമ്മൾ കാണുക, നമ്മളിങ്ങനെയാണല്ലോ പഠിക്കണത്. ഖുറാനിൽ നമ്മളിങ്ങനെ ഒരു ആയത്ത് ഞാനിങ്ങനെ പുതിയ വയലെറിഞ്ഞ് പോലല്ലോ വേണ്ട, നിങ്ങളത് ആയത്ത് കാണണം, ആയത്ത് മനസ്സിലാക്കണം. അപ്പോൾ എന്താ വിഷയം? മാപ്പ് കിട്ടേണ്ട കാര്യം എന്താണ്? അഫവ് കിട്ടേണ്ട കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല, ആയത്തിലേക്ക് ശ്രദ്ധിക്കണം, മുമ്പ് ഇവിടെ ശ്രദ്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറഞ്ഞാൽ, ഒരു നിയമം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു ഒരു നിയമം പറഞ്ഞാൽ ആ നിയമം അതേപോലെ പാലിക്കണം. അത് പാലിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ മാപ്പാണ് കിട്ടേണ്ടത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങളോടനുബന്ധിച്ച് ചില നിയമങ്ങൾ പറയും. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരാൾ ഹജ്ജിന് പോവുകയാണ്, അല്ലെങ്കിൽ ഉംറക്ക് പോവുകയാണ്. ഇപ്പോൾ ഹജ്ജിനും ഉംറക്കും പോകുന്ന ഒരാൾ, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഒരാൾ ചെയ്തു. അവിടെ അള്ളാഹുവിൻ്റെ മാപ്പ് കിട്ടേണ്ട കാര്യമാണ്. മനസ്സിലാകേണ്ട പറഞ്ഞത്? നമുക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ ചില കാര്യങ്ങളെ ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എന്തിനാണ് ഹജ്ജിന് പോണത്, ഉംറക്ക് പോണത്? ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരാൾ ഹജ്ജിന് പോണത് എന്തിനാ? ഈ ആയത്ത് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയണത്. എന്നിട്ട് നമുക്ക് ആയത്ത് വായിക്കാം. ഒരാൾ ഹജ്ജിന് പോണത് എപ്പോഴാണ്, എന്തിനാ? ഒരാൾ ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. എന്താ ഹജ്ജ പറഞ്ഞാൽ? ഉദ്ദേശിച്ചു എന്നാ വാക്കിൻ്റെ അർത്ഥം. വമൻ ഹജ്ജൽ ബൈത്ത, അൽ ബൈത്ത് കഅബ, കഅബയെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കഅബയെ ഉദ്ദേശിച്ചാൽ, കഅബയെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പുറപ്പെടലിനാണ് ഹജ്ജ് എന്ന് പറയാം. മനസ്സിലാണില്ലേ? എന്തിനാണ് ഒരാൾ കഅബയെ ഉദ്ദേശിച്ച് പോണത്? കഅബയെ ഉദ്ദേശിച്ച് പോകുമ്പം അയാൾക്ക് കുറേ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ട്. ഒന്നെന്താണ്? കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ ദീന്, ആ ദീന് പൂർണ്ണമാകണമെങ്കിൽ ഒരാൾ ഹജ്ജ് ചെയ്തിരിക്കണം. ഒരാളുടെ ദീന് പൂർണ്ണമാകണമെങ്കിൽ ആരോഗ്യമുള്ള ഒരാൾ, ഹജ്ജിന് പോകാൻ സാമ്പത്തികമായി ശേഷിയുള്ള ഒരാൾ, ആ വ്യക്തിയുടെ ദീന് പൂർണ്ണമാകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യണം. അപ്പം ഇന്നലെ അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹജ്ജ് പിന്നൊക്കെ വെക്കാനുള്ളതല്ല, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്.
താമസിപ്പിക്കരുത് ഹജ്ജ് ചെയ്യേണ്ട ആൾക്കാർ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. ഹജ്ജ് താമസിപ്പിക്കാൻ പാടില്ല. കാരണം ഹജ്ജിന് നമുക്ക് ബാധ്യത ഉണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കാൻ നമ്മൾ മരിച്ചു പോയാൽ എന്താകും? നമ്മുടെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കിന് ബാക്കിയാക്കിയിട്ടായിരിക്കാം നമ്മൾ മരിച്ചു പോവുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ അനുബന്ധമായിട്ട് പറയാം. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്, അവൻ്റെ ദീന് പൂർണ്ണമാകണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതിന് സാക്ഷിയായി നമ്മൾ ജീവിക്കുന്നുണ്ട്. നിസ്കാരം 5 നേരം നമ്മൾ ഒഴിവാക്കണില്ല. റമദാൻ മാസം നോമ്പ് ഒഴിവാക്കണില്ല. സക്കാത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹജ്ജ്, അപ്പം ആ ഹജ്ജും കൂടി ചെയ്യണം. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. നമ്മളെ ബാധ്യത പൂർത്തിയാക്കണം, അല്ലേ? അപ്പോൾ ചില ആൾക്കാർ എന്തുണ്ട്, ആ ബാധ്യത പൂർത്തിയാക്കാൻ, പടച്ചവനോടുള്ള ബാധ്യത പൂർത്തിയാക്കാൻ പടപ്പുകളോടുള്ള എല്ലാ ബാധ്യതയും പൂർത്തിയാക്കിയിട്ടേ പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ചില ആൾക്കാരെന്താ പറയുക അറിയോ, എനിക്ക് ഒരു മോളാണ്, അതുകൊണ്ട് ഓളെ ഞാൻ കെട്ടിച്ചിട്ടേ പോകുള്ളൂ എന്നാ. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടോ ഹജ്ജ് ചെയ്യാതിരിക്കാൻ? ഉണ്ടോ? ഇല്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അയാൾ ഹജ്ജ് നിർബന്ധമില്ല. കാരണം അയാൾക്ക് എന്തില്ല, സാമ്പത്തികമായിട്ട് ശേഷിയില്ല. ഇനി ഒരാൾക്ക് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, അയാൾക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റൂല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക്. സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട്, ഫ്ലൈറ്റ് കയറാൻ പറ്റൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് പകരം വേറൊരാൾ ഹജ്ജ് ചെയ്യണം, അയാളെ മക്കൾ ഹജ്ജ് ചെയ്യണം. അവരവരെ ഹജ്ജ് ചെയ്തതിനു ശേഷം വാപ്പാൻ്റെ ഹജ്ജും ചെയ്യണം. മനസ്സിലാണ്ട പറഞ്ഞത്? അയാൾക്ക് എന്തില്ല, അയാൾ തന്നെ പോയി അവിടെ ചെയ്യൽ നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ ബാധ്യത, എല്ലാ ബാധ്യതയും തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നമുക്ക് തീർക്കാനുള്ള ബാധ്യത എത്രയേ ഉള്ളൂ? ഇപ്പോൾ ഉള്ള സാമ്പത്തിക കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടിന് ശേഷം നമുക്ക് ഹജ്ജിന് പോകാനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ടോ എങ്കിൽ നമ്മൾ പോകണം. അപ്പോൾ അള്ളാഹിനോടുള്ള ബാധ്യത വീട്ടാൻ വേണ്ടി, പടപ്പുകളോടുള്ള മുഴുവൻ ബാധ്യതയും തീർക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുതെന്നർത്ഥം. അപ്പോൾ നമ്മൾ ഹജ്ജിന് പോകണതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഈ ബാധ്യത തീർക്കുക എന്നുള്ളതാണ്, അല്ലേ? രണ്ടാമത്തത് എന്താ? നമ്മൾ ഹജ്ജിന് പോകുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്താ? ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു പോയി വരിക എന്നല്ല, നിർവാഹിച്ചിട്ട് പോയി എന്നുള്ളതാണോ? അല്ല. മറിച്ച് രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും നമ്മളെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പം ഇത്ര കാലം ജീവിച്ചു എന്ന ഒരു തെറ്റ് നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. ഇത്ര കാലം ജീവിച്ചു എന്നൊരു തെറ്റ് ആണ് നമ്മളൊക്കെ ഉള്ളിലുള്ളത്, അല്ലേ? ഉമ്മ പ്രസവിച്ച അന്ന് തന്നെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? നമ്മൾ സ്വർഗത്തിലാന്ന് ഉറപ്പാ, അല്ലേ? അപ്പം അങ്ങനെ ഒരു അവസരം കൂടി അള്ളാഹ് തരികയാണ്, ആ ആഗ്രഹം സഫലാക്കാൻ. അപ്പം നമ്മളിങ്ങനെ സ്വർഗവും നരകമൊക്കെ പഠിക്കാം. പഠിച്ചോനെ, നരകം ഇത്ര കാലം ജീവിച്ചതാണ്. നമുക്കിങ്ങനെ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ പിന്നെ ഒരു മാനസിക രോഗിനെ കണ്ടാൽ, ഒരു മാനസിക നില തെറ്റിയ ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എന്താ വരിക? പഠിച്ചോനെ, ആ മാനസിക നില തെറ്റിയ മനുഷ്യൻ, അയാൾക്ക് മരിച്ചാൽ മതി, നേരെ കൊടുക്കുക, മരിച്ചാൽ മതി, കൊടുക്കുക, നേരെ സ്വർഗത്തേക്കാ. കാരണം അയാൾക്ക് എന്തില്ല, ഹിസാബില്ല. കാരണം എന്താ? അയാൾക്ക് തക്ലീഫില്ല, അല്ലേ? നമ്മളിങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കരുതുന്ന സംഗതികളാണ് ഞാൻ പറയണത്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുമ്പോൾ, 2 കണ്ണും കാണാത്തൊരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ പറയും, പഠിച്ചോനെ, ആ മനുഷ്യൻ 2 കണ്ണും കാണാൻ കാഴ്ച കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു പക്ഷേ നമ്മളൊക്കെ നരകത്തേക്ക് പോകൽ ഈ 2 കണ്ണ് തന്നതിൻ്റെ പേരിലായിരിക്കും. ഈ 2 കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം അതാണ്. അവൻ്റെ മനസ്സെപ്പോഴും അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക, അവൻ്റെ ഹൃദയം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് നമ്മളെ ഉമ്മ പ്രസവിച്ച സമയത്ത് തന്നെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ ഉറപ്പ്. അതേപോലെ ഒരു അവസ്ഥ ഇനി എങ്ങനെ കിട്ടും? ഹജ്ജ് ചെയ്താൽ കിട്ടും. മക്ബൂലും മബ്രൂറുമാർ ഹജ്ജിനത് കിട്ടും. അപ്പോൾ അതാണ് നമ്മളെ രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ, അല്ലേ? അപ്പം ഹജ്ജിന് പോകുന്ന ഒരാൾ, ഉംറക്ക് പോകുന്ന ഒരാൾ ആദ്യമായി ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. ഇപ്പം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, അല്ലേ? നിസ്കാരം തുടങ്ങി. അപ്പോൾ ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ഒരാൾ യാത്ര പോയിട്ട് എപ്പോഴാണ് തുടങ്ങണത്? ഈ അമൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്? ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടു കൂടി, അല്ലേ?
അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾ അയാൾ ഇഹ്റാമിൻ്റെ കുളിക്കണം, ഇഹ്റാമിൻ്റെ നിയ്യത്ത് വെച്ച് കുളിക്കണം. കുളിച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ശരീരത്തിലൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം? സുഗന്ധമൊക്കെ ആ സമയത്ത് പൂശാം, ഒക്കെ വൃത്തിയാക്കി ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കി, ശരീരത്തിലെ നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി, നഖങ്ങളൊക്കെ മുറിച്ചൊക്കെ കുളിച്ച് വൃത്തിയായി ഒരു മനുഷ്യൻ അയാൾ ഇഹ്റാമിന് വേണ്ടി കുളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ഉണ്ടാകും. ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും ആണുങ്ങൾക്ക് ഉണ്ടാകും. പെണ്ണുങ്ങളാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ ഫുള്ള് മറക്കണം. ഒരു കയ്യും മുഖമൊക്കെ മറക്കണം. പെണ്ണാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അത് ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എപ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക? മീക്കാത്തിലെത്തുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ റെഡി ആയിട്ടൊക്കെ പുറപ്പെട്ട് മീക്കാത്തിലെത്തി. മീക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഹജ്ജിനും ഉംറക്കും പ്രവേശിക്കുന്ന ആ പ്രവേശന സ്ഥാനമാണ്. സമയവും സ്ഥലവുമാണെന്ത്? മീക്കാത്ത്. അപ്പോൾ ഒരു സമയമുണ്ട്, സ്ഥലമുണ്ട്. അതാണ് അവിടെ നിശ്ചയിക്കുക മീക്കാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ എത്തി അവരെന്ത് ചെയ്തു? ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക പിന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഹജ്ജിൻ്റെയും ഉംറൻ്റെയും അവസ്ഥക്കനുസരിച്ച് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞ ഒരാളെ മനസ്സെങ്ങനെയായിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? എന്നിട്ടും ആ മനസ്സോടുകൂടി ജീവിക്കേണ്ട ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങൾ നോക്കി, പിന്നെ വലിയ തെറ്റായിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വയസ്സന്മാർ വ്യഭിചരിക്കുക. വയസ്സന്മാർ വ്യഭിചരിക്കൽ മഹാപാപാണ്. വ്യഭിചരിക്കൽ യുവാക്കൾക്ക് അനുവദനീയം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഒരു മനുഷ്യന് ആ അവസ്ഥകളൊക്കെ എത്തി, അവൻ്റെ അവസ്ഥകളൊക്കെ കഴിഞ്ഞ് ലൈംഗികമായ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. അവന് 4 വിവാഹം വരെ വേണമെങ്കിൽ അവനെന്ത് ചെയ്യാം? വിവാഹം ചെയ്ത് 4 പെണ്ണിനെ വരെ, ഒരു പെണ്ണ് കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരാൾക്ക് 4 വിവാഹം വരെ അവന് ചെയ്യാൻ അനുവാദങ്ങൾ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെ അത്രയും കാലം അവനൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഇപ്പോൾ വയസ്സായതിന് ശേഷം ഒരു മനുഷ്യൻ ഈ പണി ചെയ്താൽ അത് വലിയ തെറ്റായിട്ടാണ് പരിഗണിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകണ്ട? ഇതേപോലെ ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് എല്ലാവർക്കും ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റുമോ? ഇപ്പം ഹജ്ജിനും ഉംറക്കും പോകണമെന്ന് ആഗ്രഹിക്കണം എത്ര മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? 5 നേരം കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, ഒരു ജമാഅത്തും മുടക്കാത്ത മനുഷ്യന്മാർ, നല്ല ദീനിയായി ജീവിക്കുന്ന മനുഷ്യന്മാർ അല്ലേ? അവർക്ക് അവരുടെ വലിയ അടങ്ങാത്ത ആഗ്രഹമാണെന്ത്? ഹജ്ജിന് അവർക്ക് ബാധ്യത ഇല്ലെങ്കിലും ഒരു ഉംറക്കൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം പോലെ മനസ്സിലുണ്ടാവും അല്ലേ? അങ്ങനത്തെ എത്ര ആൾക്കാർ ആ ആഗ്രഹത്തോടു കൂടി ജീവിച്ച് മരിച്ചുപോയി. ഒരു സഹോദരി ഒരിക്കലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത്, ഉസ്താദ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന മുസല്ലയിൽ ഒരു കാബൻ്റെ ഫോട്ടോ ഉണ്ട്. കാബൻ്റെ ഒരു ചിത്രമുള്ള ഒരു മുസല്ലിലെ ഞാൻ നിസ്കരിക്കുമ്പോഴൊക്കെ ഈ കാബൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് കണ്ണീര് വരും. കാരണം പടച്ചോനെ, ഞാൻ ഈ മുസല്ലയിൽ ഈ കാബൻ്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ ഈ തിരിഞ്ഞ് നിസ്കരിക്കണത്, ഞാൻ ഈ മുസല്ല ഇട്ടത് കാബക്ക് നേരെയാണ്. കാബക്ക് നേരെ മുസല്ലിട്ടാണ് ഞാൻ നിസ്കരിക്കണത്. റബ്ബേ, എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ആ കാബ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം. ഒരു ഉംറക്ക് പോയ സമയത്ത് ഉംറക്ക് വന്നൊരു സ്ത്രീ പറഞ്ഞതാണ്. അവർ പറയാണ്, ഞാൻ താമസിക്കുന്ന വീട് മുസല്ല ഇടുന്ന സ്ഥലം തന്നെ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്ഥലമാണ്. അത്രയും ഒരു നിലക്കും ഒരു ഉംറക്ക് പോകാൻ എനിക്കൊരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ ഉംറ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ കാബ് ഒന്ന് കാണണം, ആ കാബ് ഒന്ന് കണ്ണ് നിറയെ കാണണം, ആ കാബ് ഒന്ന് തവാഫ് ചെയ്യണം, ആ കാബ് ഒന്ന് തൊടാൻ പറ്റുമെന്ന് തൊടണം, ആ കാബിൻ്റെ മുറ്റത്തിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അതിന് ഓരോ നമസ്കാരത്തിലും മുസല്ല ഇടുമ്പം ഞാൻ ആ മുസല്ലയിൽ ആ കാബ് കാണുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ റബ്ബ് ഒരു നിലക്കും ഒരു 10,000-80,000 ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ഉംറക്ക് വരാൻ പറ്റാത്ത എൻ്റെ കയ്യിൽ റബ്ബ് എനിക്കതിനുള്ള സൗകര്യം എത്തിച്ചു തന്നു. ഞാൻ ഇന്നിവിടെ എത്തിയത് ഒരു സ്ത്രീ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ
ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? സഹോദരന്മാരും സഹോദരിമാരും ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ളൊരവസരം കിട്ടി, ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടും ആ മനുഷ്യൻ പിന്നെയും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താലോ? അതിന് പുറത്തു കൊടുത്താൽ മതിയാവുമോ? പിന്നെ എന്ത് വേണം? മാപ്പന്നെ വേണ്ടേ? ആയത്ത് വായിക്ക്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖ്തുലു സ്വൈദ, നിങ്ങൾ വേട്ടമൃഗത്തെ കൊല്ലരുത്, വ അൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ. എന്താണ്? നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഹറാമായ കാര്യമാണെന്ത്? വേട്ടമൃഗത്തെ കൊല്ലുക എന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. നിങ്ങൾ ഒരിക്കലും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വേട്ടമൃഗത്തെ കൊല്ലരുത്. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. അതിൽ പെട്ട ഒന്നാണത്. വമൻ ഖത്തലഹു മിൻകും മുതഅമ്മിദൻ, ഇനി നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം അതിനെ കൊല്ലുകയാണെങ്കിൽ, ഇപ്പം മനഃപൂർവ്വം അല്ലാതെ ചിലപ്പോൾ സംഭവിച്ചു പോകും. ചിലപ്പോൾ ചിലതൊക്കെ എന്തായി പോകും, പിന്നെ അത് ചിലപ്പം നമ്മൾ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇതിനെ ഒരു ചാക്കര മേലെ ഇരുന്ന് അതിൻ്റെ മേലെ ഒരു മൃഗം ഉണ്ടെങ്കിൽ അത് ചത്തുപോയി, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അറിയാതെ, അതല്ലാതെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എന്താക്കി ഒരു വേട്ടമൃഗത്തെ കൊന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈ ഹജ്ജിന് അന്ന് വഅദ്ദിൻ ലിന്നാസി ഫിൽ ഹജ്ജി യഅ്തൂക റിജാലൻ അലാ കുല്ലി ളാമിരി യഅ്തിന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്നൊക്കെ ഇബ്രാഹിമിനോട് അല്ലാഹ് പറഞ്ഞില്ലേ? ആരാ ഹജ്ജിന് വിളിച്ചത്? ഇബ്രാഹിം വിളിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞത്, ഈ വിളിച്ചാൽ എൻ്റെ അടുക്കലേക്ക് നടന്നുകൊണ്ട് ഹജ്ജിന് ആൾക്കാർ വരും. ഏത് വിമാനം സൗകര്യമൊക്കെ ഉണ്ടായിട്ട് നടന്നു പോലല്ല കേട്ടാ. കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം ഒരുത്തം ഇവിടെ നടന്നു പോയല്ലോ. ഒന്നിപ്പോൾ വലിയ ആചാരാ, ഓനിപ്പോൾ പൈസ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ദീനെപ്പറ്റി ഒരു ചുക്കും അറിയാത്ത ഉത്തരേന്ത്യയിൽ പോയിങ്ങാണ്ട് വലിയ ഒരു ഔലിയായിങ്ങാണ്ട് പൈസ തട്ടിപ്പെടുത്തപ്പോൾ മൂപ്പര്. അപ്പോൾ മൂപ്പര് എന്തിനാ ഹജ്ജിന് പോയത്? ഈ നേരത്തെ പറഞ്ഞ ലക്ഷ്യമൊന്നുമല്ല. വിമാനമാർഗവും മക്കളെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഉള്ളത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹ് പറഞ്ഞത് അല്ലേ? ഉണ്ടായിട്ട് പിന്നെ നടന്നു പോകൽ എന്തല്ല, അതൊന്നുമല്ല ത്യാഗം. എന്നാൽ അന്നത്തെ കാലത്ത് ആൾക്കാർ നടന്ന് കാൽനടയായിട്ട് ഹജ്ജിന് വരും, തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ നടന്നു വരും. ഇനി അത് മാത്രമല്ല, മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറി വരും. എൻ്റെ ബാക്കിയതാ അതെവിടെ ആയിരിക്കും? നടന്നു വരാൻ ഇല്ലാത്ത ദൂരത്തു നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും? മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയണ, അതായത് ഭയങ്കര തടിയുള്ളവർക്ക് എന്താക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ലല്ലോ, പ്രയാസം. അപ്പം ആരോഗ്യമുള്ള ഒട്ടകപ്പുറത്ത് കയറിയിട്ടും ആൾക്കാർ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂരമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിലോമീറ്ററുകളോളം ദൂരെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ എന്ത് ചെയ്യും? പണ്ടൊക്കെ ഇവിടുന്ന് കപ്പലിനൊക്കെ പോയതൊക്കെ അറിയില്ലേ? പല ആൾക്കാരും ഹജ്ജിന് കപ്പലിന് പോയിട്ട് പിന്നെ ഇന്ന് അവിടെ എത്താതെ എന്ത് ചെയ്യും? ഇഹ്റാമിലായിരിക്കെ തന്നെ മരിച്ച് അതിന് തന്നെ ആ ഇഹ്റാമിൽ തന്നെ കടലിലേക്ക് താത്തി, അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരൊക്കെ കേൾക്കാം. അപ്പോൾ ആളുകൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഹജ്ജിന് വരുമ്പോൾ അവർക്ക് എന്തുകൂടി അനുവാദം കൊടുത്തു? ഈ ഹജ്ജിന് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനമായിട്ട് ഇവിടെ വന്നാൽ ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്യാം. എങ്ങനെ? അള്ളാഹ് അനുവാദം കൊടുത്തു. അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ സാധനം കൊടുത്ത് വേറെ സാധനമൊക്കെ വാങ്ങാം, അതിനൊക്കെയുള്ള അവസരങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ ഈ യാത്ര നടന്ന് വരുമ്പം ചിലപ്പോൾ എന്താകും? ചിലപ്പോൾ ഭക്ഷണം തീരും, ചിലപ്പോൾ എന്താകും? ചിലപ്പോൾ അങ്ങനെ കണക്കെ അവർ നടന്നു വരുന്ന സമയത്ത് നല്ലൊരു വേട്ടമൃഗത്തെ കണ്ടപ്പോൾ എന്താക്കി? അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, അപ്പോൾ അതിനെ അമ്പ് ചെയ്ത് കാണ്ട് അതിൻ്റെ ഇറച്ചി തിന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും. അതാണ് പറഞ്ഞത്. ഫജസാഉൻ മിസ്ലു മാ ഖതല മിനൻ നഅമി യഹ്കുമു ബിഹി ദവാ അദിലിൻ മിൻകും ഹദിയൻ ബാലിഗൽ കഅബ. നിങ്ങൾ അങ്ങനെ കൊന്നാൽ, ഒരാൾ കൊന്നാൽ ഈ അഫ്വ് കിട്ടാൻ ചില സ്ഥലത്ത് കഫാറത്ത് ആവശ്യമാണ്. അത് മനസ്സിലാക്കി വെക്കണം. അള്ളാഹുവിൻ്റെ അഫ്വ് കിട്ടണമെങ്കിൽ ചില സ്ഥലത്ത് എന്ത് വേണം? തെറ്റ് ചെയ്താൽ അഫ്വ് മാത്രം തേടിയാൽ പോരാ, കഫാറത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കഫാറത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്തേണ്ട വിഷയട്ടാ. അഫ്വ് കിട്ടാൻ ചില സ്ഥലത്ത് എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കേണ്ടി വരും. ആ കഫാറത്ത് പ്രാശ്ചിത്തം ചെയ്യേണ്ടി വരും. അത് കൊടുത്തിട്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ
അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നീതിമാന്മാരായ രണ്ടാൾക്കാർ വിധിക്കുന്ന, അവർ കൽപ്പിക്കുന്ന ഒരു കന്നുകാലിയെ എന്ത് ചെയ്യണം? കഅബത്തിൽ എത്തിച്ചേരേണ്ട, കഅബത്തിലേക്ക് കൊണ്ടുവരേണ്ട ബലിമൃഗമായി അതിനെ കണക്കാക്കി അത് കൊടുക്കണം. എന്ത് ചെയ്യണം? ഒരാളൊരു വേട്ടമൃഗത്തെ കൊന്നാൽ നീതിമാന്മാരായ രണ്ടാൾക്കാർ പറയും, അത് ആ അവസരത്തിനും സാഹചര്യത്തിനനുസരിച്ച് അവർ പറയും, ഇന്ന മൃഗത്തെ എന്ത് ചെയ്യണം? കഅബാലയത്തിലേക്ക് ബലിമൃഗമായിട്ട് എത്തിക്കണം എന്നവർ പറയും. അതാണ് ഫജസാഉ മിസ്ലു മാ ഖതല ബിനൻ നഅമി യഹ്കുമു ബിഹി ദവാ അദിലിൻ മിൻകും ഹദിയൻ ബാലിഗൽ കഅബ. നിങ്ങളെ കൂട്ടത്തിലെ രണ്ട് നീതിമാന്മാരായ ആൾക്കാർ അവർ വിധിക്കുന്ന, അവർ പറയണം, ഇപ്പോൾ ഒരു ഒട്ടകം അല്ലെങ്കിൽ 2 ഒട്ടകം അല്ലെങ്കിൽ 3 ഒട്ടകം അവർ വിധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് അവർ കഫാറത്തായിട്ട് കൊടുക്കണം, കഅബത്തിലേക്ക് കൊടുക്കണം. ഇനി അത് കൊടുക്കാൻ പറ്റൂലെങ്കിലോ, ഔ കഫാറത്തുൻ ത്വആമു മസാക്കീൻ, അതിന് സമാനമായ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. ഇവർ നിശ്ചയിക്കുന്ന മൃഗത്തെ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മൃഗത്തിൻ്റെ വിലക്ക് സമാനമായി എണ്ണം പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. പിന്നെ അടുത്തത് ഔ അദ്ലു ദാലിക സിയാമൻ, അല്ലെങ്കിൽ ഇതിന് കണക്കാക്കിയ നോമ്പ്. ഞാൻ അതിന് കഴിയൂലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു 30 മിസ്കീന്മാർക്കാണെന്ന് വിചാരിക്കുക, 30 മിസ്കീന്മാരെ ഭക്ഷണം എന്നാണ് ഇവർ വിധിച്ച് വിചാരിക്കുക. അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 30 നോമ്പ് എടുക്കണം, അതിന് കണക്കാക്കിയ നോമ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40 പാവങ്ങൾക്ക് ഭക്ഷണം കണക്കാക്കുന്ന രൂപത്തിലുള്ള വിധിയാണ് ഒരു വിധിച്ച് വിചാരിക്കുക. അപ്പോൾ ആ 40 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 40 ദിവസം നോമ്പ് എടുക്കണം. ഇനി ഇവർ വിധിച്ച വിധി, ഈ നീതിമാന്മാരായ ഇവർ വിധിച്ച വിധി 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വിധിയാണെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാനില്ലെങ്കിൽ എത്ര നോമ്പ് എടുക്കണം? 10 നോമ്പ് എടുക്കണം. അതാണ് ആ പറഞ്ഞത്. ഔ അദ്ലു ദാലിക സിയാമൻ. ഇതെന്തിനാണ്? ലിയദൂഖ വബാല അംരിഹി, മുമ്പ് അവർ ചെയ്തു പോയ ഈ തെറ്റിൻ്റെ ഭവിഷ്യത്ത് അവരനുഭവിക്കാൻ വേണ്ടിയാണത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു, നമ്മൾ സാധാരണ പിഴ ഈടാക്കൂലേ, അതെന്തിനാ? ഇനി അത് വേറെ ആൾക്കാരൊന്നും ചെയ്യാതിരിക്കാനും അവനവൻ തന്നെ ചെയ്യാതിരിക്കാനും അവനവന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകാനുമാണ്. ഞാനത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം കേവലം അള്ളാഹ് പൊറുത്ത് തരുന്നതിന് പകരം ഒരു ഫൈൻ അടച്ചിട്ട് റബ്ബിനോട് തേടേണ്ട ഒരു കാര്യമാണെന്ത്? അഫ്വ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിങ്ങനെ ഓരോന്നോരോന്ന് തെളിഞ്ഞു വരും. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ഒരാൾ ചെയ്തു, ആ തെറ്റ് ചെയ്തതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. കാരണം ഒരിക്കലും ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ, കഅബയെ ഉദ്ദേശിച്ച് ഈ നിയ്യത്തോടു കൂടി വരുന്ന ഒരാൾ, ആ ഒരു മാനസികാവസ്ഥയിൽ വരുന്ന ഒരാൾ എങ്ങനെ ശരിക്കും വേണ്ടത്? അള്ളാഹ് എന്താണോ പറഞ്ഞത് ആ കാര്യം കൃത്യമായി ചെയ്ത്, ഒന്നും തെറ്റിക്കാതെ ഒന്നും ലംഘിക്കാതെ അത് അതേപടി ചെയ്തിട്ടല്ലേ വരേണ്ടത്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ കഅബൻ്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന അവസ്ഥ എന്താ? കഅബൻ്റെ ചുറ്റുമുള്ള തവാഫ് കണ്ടാൽ നമ്മളെ മനസ്സിലെത്തും ഇവിടെ ഒരു ആണും പെണ്ണും വേർതിരിവ് നിർബന്ധം തോന്നൂലേ? കഅബ തവാഫ് ചെയ്യുമ്പം അവിടുത്തെ തിരക്കത്രേ, അല്ലേ? ആണും പെണ്ണും ഒരു വേർതിരിവ് ഇവിടെ ആവശ്യമാണ്. ഒരു 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 എന്തെങ്കിലും ഒരു ഇത് കെട്ടിയിട്ട് ആണുങ്ങൾ വേറെ സ്ഥലം പെണ്ണുങ്ങൾ വേറെ സ്ഥലമൊക്കെ ആവണം എന്നൊക്കെ നമ്മളെ മനസ്സിൽ തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് അവിടെ
ആ തിരക്കിലുണ്ടായിട്ടും ഒരു അനാവശ്യ കാര്യങ്ങൾ അവിടെ നടക്കാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു തിരക്കുള്ള ബസ് കയറി എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ബസ്സിൽ കയറി അവിടെ കയറി ഇവിടെ കയറി അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അവിടെ പിടിച്ച് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു ബസ്സിൽ കയറിയ വരെ ഉള്ളത് അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കാബ തവാഫ് ചെയ്തിട്ട് ഇന്നേ വരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഒറ്റപ്പെട്ടത് ഉണ്ടാകുന്നുണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ അത് കൃത്യമായി പിടിക്കും ചെയ്യും പോലീസ്. കൃത്യമായി പിടിക്കും. കാരണം അതിൻ്റെ സംവിധാനം അങ്ങനെയാണ്. അത് ആ മത്താഫിൽ മാത്രം പിന്നെ നൂറുകണക്കിന് CCTVകൾ കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഒരുത്തൻ എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ആ തവാഫെന്ന് കാണിച്ചാൽ അവൻ ആ ഒരു തവാഫിൻ്റെ ഒരു ഷൗത്ത് ആ ഒരു ചുറ്റൽ പൂർത്തിയാക്കണ മുമ്പ് അവൻ എന്ത് ചെയ്യും? പിടിക്കും. അവൻ ആ ചെയ്തോനെ അവിടെ അങ്ങനെ ആ ഒരു പിന്നെ ഇതിലൂടെ ആ മാർക്ക് ഇങ്ങനെ പോകണ്ട ഓനെ ഈ കൂടെ പോകണം എന്നുള്ളത് ആ കൃത്യം അവിടെയുള്ള പോലീസിന്, മത്താഫിൽ ഡ്യൂട്ടിയുള്ള പോലീസിന് അതൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. കൃത്യം ഓനെ ചെന്നിട്ട് കൈ പിടിച്ചിട്ട് കൊണ്ടുവരും. ഓനെ കൈ കണ്ട് പിടിച്ചിട്ട് ഒരൊറ്റ ആൾ മാറിപ്പോലും ഒരു പിടിക്കൂല, പിടിച്ചിട്ട് കറക്റ്റാണ് കൊണ്ടുപോകും, പിടിച്ചാണ് കൊണ്ടുപോകും, പുറത്തേക്കാണ് കൊണ്ടുപോകും. ഒന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ അത് ഒറ്റപ്പെട്ട് കിട്ടുക, ആ പതിനായിരങ്ങളിൽ ലക്ഷങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവം. ഇനി അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ വരാത്ത എന്തുകൊണ്ടാണ്? കാബൻ്റെ മുറ്റത്താണുള്ളത്. അവിടുത്തെ മാനസികാവസ്ഥയാണത്. ആ മാനസികാവസ്ഥ കാബയാണ്. കാബ ഞാൻ തവാഫ് ചെയ്യാണ്. അവിടെ ദിക്റുകളും ദുആകളും ഇങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ആൾക്കാർ തവാഫ് ചെയ്യണത് അല്ലേ? വേറൊരു ചിന്ത അവിടെ വരൂല. ആ ഒരു മനുഷ്യൻ്റെ മനസ്സവിടെ എങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണോ കാതോ ഹൃദയമോ വേറൊരു ഭാഗത്തേക്ക് പോകൂല, ഒരു തിന്മയിലേക്കോ വേണ്ടാത്തരത്തിലേക്കോ അവൻ്റെ മനസ്സ് പോകൂല. അത് ഓരോരുത്തരും കൺട്രോൾ ചെയ്തിട്ട് അവിടെ പോവുക. അതാണ് ആ മനസ്സെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ചെയ്യേണ്ട ഹജ്ജും ഉംറയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്താൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുക്കണം. വദൂക്കു എന്താണ് ലിയദൂക വബാല അംരി, അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുകയും ചെയ്യണം. അതാണ് ലിയദൂക വബാല അംരി എന്ന് പറഞ്ഞതാ. അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയാണ് ലിയദൂക വബാല അംരി. അപ്പോൾ അതിനാണ് എന്ത് പറഞ്ഞത്? ഈ കഫാറത്ത് കൊടുക്കണം, ഈ പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, കേട്ടോളൂ. അഫല്ലാഹു അമ്മാ സലഫ്, മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹ് മാപ്പ് നൽകിയിരിക്കുന്നു. എന്താണ്? മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹ് മാപ്പ് നൽകിയിരിക്കുന്നു. അപ്പം മുമ്പ് ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ളതൊക്കെ പോയി. അപ്പം ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് കിട്ടേണ്ടത് എന്താണ്? അഫവാണ്. അവന് കിട്ടേണ്ടത് എന്താണ്? അഫവാണ്. അള്ളാൻ്റെ മാപ്പാണ് കിട്ടേണ്ടതെന്നർത്ഥം. മുമ്പ് ഇത് ചെയ്ത ആളുകൾ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താക്കി? ഇനിയിപ്പോൾ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ പടച്ചോനെ ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ പിന്നെ ബലിമൃഗത്തെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. ഈ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പ് എന്തുണ്ടാവും? ഇത് ചെയ്ത ആൾക്കാരുണ്ടാവും. ഓരെന്ത് ചെയ്യണ്ട? ബേജാറ്. അവർക്ക് നാം എന്താക്കിയിട്ടുണ്ട്? മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അവരെന്ത് ചെയ്യണ്ട? ആ വിഷയത്തിൽ ബേജാറാക്കണ്ട. എന്നാൽ ഇനി ആരെങ്കിലും അത് ചെയ്താൽ എന്ത് ചെയ്യണം? അള്ളാൻ്റെ മാപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കഫാറത്ത് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ മാപ്പിന് അപേക്ഷിക്കണം. ഈ കഫാറത്ത് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ മാപ്പിന് അപേക്ഷിക്കണം. വമൻ ആദ, ഇനി ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും ആവർത്തിച്ചാൽ ഫയന്തഖിമുല്ലാഹു മിൻഹു, അള്ളാഹു അവൻ്റെ നേരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. അള്ളാൻ്റെ മാപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അള്ളാഹു അവന് നേരെ അവൻ്റെ ശിക്ഷാ നടപടി സ്വീകരിക്കും. വല്ലാഹു അസീസുൻ ദുൻതിഖാം, അള്ളാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. ഇപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യും, അള്ളാൻ്റെ പ്രതാപത്തിന് ഒരു കോട്ടും സംഭവിക്കില്ല. കാബൻ്റെ ചുറ്റും ചെന്നിട്ട് എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ ആ കാബക്കോ അള്ളാഹ്ക്ക് ഒരു പ്രതാപത്തിനൊരു കോട്ടുമില്ല. അത് നിങ്ങളെയാണ് ബാധിക്കുക. അത് അള്ളാഹുവിനെ മാപ്പ് കിട്ടേണ്ട കാര്യമാണ്. അപ്പം അഫ്വ് എന്ന് പറയുന്ന സംഗതി, ഫഅഫു അന്ന എന്ന് നമ്മൾ ഓരോ വിഷയങ്ങളായിട്ട് പഠിക്കുമ്പം ഇതിൽ ഓരോ കാര്യങ്ങൾ കടന്നു വരും. അഫ്വ് കിട്ടേണ്ട വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ കഫാറത്ത് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മാപ്പിനെ
ചോദിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ടി വി ഒമാലി ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ദീനിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് ഖിദ്മകൾ ചെയ്തൊരു മനുഷ്യനാണ്. ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായ മനുഷ്യനാണ്. ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നമ്മുടെ ദേവാ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ സൗജന്യമായിട്ടാണ് എല്ലാവർക്കും അദ്ദേഹം നൽകാറുള്ളത്. അതിലൊന്നും അദ്ദേഹം ഒരു വിഭാഗീയതയും അദ്ദേഹം കാണിക്കാറില്ല. അങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നമ്മയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിനും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ അളാരങ്കടപ്പുറത്തെ നമ്മുടെ ഇടക്കടപ്പുറത്ത് സലാമിൻ്റെ മകൻ മാസങ്ങളായിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. വേദന ലഘൂകരിച്ച് കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസവും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തെയും എല്ലാ വേദനാജനകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളെ കെടുതികളിലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് ഇവിടെ നടക്കും. ആ കാര്യം കൂടെ ഓർമ്മിക്കുക. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.